ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എൻ്റെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് സ്വന്തമായി പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്? നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ടല്ലേ, നമ്മൾ സ്വന്തമായി നട്ട് നനച്ചിട്ടുള്ള ഒരു പച്ചക്കറിത്തോട്ടം, അതിൽ നിന്ന് ഒരു പച്ചക്കറിയെങ്കിലും പറിച്ച് കറി വെക്കാൻ പറ്റുക എന്നത്. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇതിലെത്ര പേർക്ക് അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്? കുറേ പേര് ഇതിനകം തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ കുറേ ആളുകളുണ്ടാവും ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം എന്നൊക്കെ കരുതിയിരിക്കുന്നവർ. എന്തായാലും ഒഴിവ് ദിവസം വരട്ടെ, ഞായറാഴ്ച ആവട്ടെ, ഉറപ്പായിട്ടും ഒരു ഗാർഡൻ അല്ലെങ്കിൽ ഒരു പച്ചക്കറിത്തോട്ടം സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും, നാളെ നാളെ നാളെ. ആ നാളെ ഒരു കാലത്തും വരില്ല കേട്ടോ. ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യാൻ മടിയാണ്. നിങ്ങൾക്കും ഈ ഒരു മടി കാരണം കൃഷി തുടങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണേ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മണ്ണിലെ കൃഷിയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, നമ്മുടെ മനസ്സിലെ ആ മടിയെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ ആ മടിയൊക്കെ മാറി നിങ്ങളിൽ കൃഷി ചെയ്യാനുള്ള ഒരു ആവേശം നിറയും. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കൃഷി ചെയ്യൂ നിങ്ങൾ വരുമാനം നേടൂ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായി, ടെറസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ താഴെ കൃഷി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആഗ്രഹം വന്നിട്ടുള്ള ഒരാളാണ് അത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കമൻറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ പച്ചക്കറി കൃഷി ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ നോക്കിയിട്ട് ആ വെയിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കണം. എവിടെയാണ് നമ്മുടെ വീട്ടിൽ വെയിൽ വരുന്ന ഭാഗം എന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് അവിടെ ചെറിയ തോതിലെങ്കിലും നമുക്ക് തുടങ്ങിയെടുക്കാൻ പറ്റും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് പച്ചക്കറിത്തോട്ടം തുടങ്ങാനുള്ള മടി, എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങാനുള്ളൊരു മടി. എന്തുകൊണ്ടാണ് ഈ മടി വരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ആദ്യം ഒന്ന് അതിനെപ്പറ്റി ചിന്തിക്കാം. എന്തുകൊണ്ട് കൃഷി ചെയ്യാൻ നമുക്ക് ഇത്ര മടി? ഒന്നാമത്തെ കാരണം എന്താണ്? കൃഷി എന്നാൽ ഒരു വലിയ പണിയാണ്, ഒരുപാട് സമയമെടുക്കും, വിയർക്കണം എന്നൊക്കെയുള്ള ചിന്തകളാണ് എല്ലാവർക്കും. വെറുതെ ഇരിക്കുന്നാൽ ഒന്നും തന്നെ നമുക്ക് കിട്ടില്ല. നമ്മളെപ്പോഴും വിചാരിക്കും ഇതിനൊക്കെ എവിടെ സമയം? നമുക്ക് രാവിലെ മുതൽ പണിയാണല്ലോ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നേരം വെളുക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, പിന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ഇടയിൽ ഇനി ഇങ്ങനെ ഒരു സംഭവത്തിലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഒട്ടും സമയം ഉണ്ടാവില്ല, റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ല. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ, നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. രണ്ടാമത്തെ കാരണം നോക്കാം. ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നുള്ളൊരു പേടി, ഉള്ളിലൊരു ചെറിയൊരു ഭയം. ചെടി ഉണങ്ങിപ്പോയാലോ, കീടങ്ങൾ വന്നാൽ എന്തു ചെയ്യും എന്നൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളും പേടികളുമാണ് കുറേയൊക്കെ നമുക്കിതിനുള്ളൊരു പിന്തിരിപ്പൻ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഇനി മൂന്നാമത്തെ കാരണം നോക്കാം. കയ്യിൽ നല്ല വിത്തില്ല, ഗ്രോ ബാഗില്ല, സ്ഥലമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിലുള്ള സ്ഥലമില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ ഒഴിവുകേടുകൾ. എൻ്റെ മുറ്റത്തും ഒട്ടും വെയിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ട് കൃഷി ചെയ്തത്. ഒരു മാസം ഞാൻ കൃഷി ആരംഭിച്ചതിന് ശേഷം ഇതേ എല്ലാം നട്ടുപിടിപ്പിച്ച് സെറ്റാക്കിയതിന് ശേഷം അവിടെ സോളാർ വന്നു. ഈ സോളാർ വന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, സോളാർ വന്ന് ഞാൻ ഈ കഷ്ടപ്പെട്ട വെയിലിന് വേണ്ടിയിട്ടാണ് ഞാൻ ടെറസിൽ കയറിയിട്ട് കൃഷി ചെയ്തത്, എൻ്റെ വെയിൽ പോയല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ സങ്കടപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. സോളാറിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് നിന്ന് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ടൊക്കെ ചെടികളൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ കൃഷി ആരംഭിച്ചു. കൂട്ടുകാരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മടി എന്നത് ശരീരത്തിൻ്റെ പ്രശ്നമല്ല, മനസ്സിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഫോണിൽ റീൽസും ഷോർട്സൊക്കെ കണ്ട് മണിക്കൂറുകൾ കളയുമ്പോൾ നമുക്കൊരു മടിയും തോന്നാറില്ല. കാരണം അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. എന്നാൽ കൃഷി അങ്ങനെയല്ല. ഇന്ന് വിത്തിട്ടാൽ നാളെ ഫലം കിട്ടില്ല. അതിന് കുറച്ച് ക്ഷമ വേണം. ആ ഒരു ക്ഷമയില്ലാത്തതാണ് നമ്മുടെ മടിയായി മാറുന്നത്. കൃഷി തരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കിയാലോ. കൃഷി എന്ന് പറയുന്നത് വെറും ആഹാരത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവം അല്ല.
അത് തരുന്ന മാനസിക സന്തോഷത്തെക്കുറിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. കൃഷി ചെയ്യുന്നത് വലിയൊരു ഭാരമായി കാണരുത്. അതൊരു തെറാപ്പിയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒന്നാണ് സ്ട്രെസ്സും വിഷാദവും. ഇതിനൊക്കെയുള്ള ഏറ്റവും നല്ല മനസ്സ് മണ്ണിലിറങ്ങുക എന്നതാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചായയും കുടിച്ച് ഫോണിലേക്ക് നോക്കുന്നതിന് പകരം നിങ്ങൾ നട്ട ഒരു വിത്ത് മുളച്ചിട്ടുണ്ടോ അത് പോയി നോക്കുക. അതിൽ നിന്ന് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് നിങ്ങളെ ആ ദിവസത്തെ മുഴുവൻ മൂഡിനെയും മാറ്റിമറിക്കും. ഒരു പുതിയ ഇല വരുന്നത് കാണുമ്പോൾ, ആദ്യത്തെ പൂവ് വിരിയുന്നത് കാണുമ്പോൾ, അതിലൊരു കായുണ്ടാകുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് കോടികൾ കൊടുത്താലും മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല. സ്വന്തം കൈകൊണ്ട് നട്ടൊരു തക്കാളിയോ പച്ചമുളകോ പൊട്ടിച്ച് കറി വെക്കുമ്പോൾ ആ കറിയുടെ രുചി തന്നെ ഇരട്ടിയാകും. കാരണം അതിൽ നിന്നുള്ള അധ്വാനമുണ്ട്. അത് നടാൻ വേണ്ടി നമ്മൾ കാണിച്ച ആ സ്നേഹമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മടി മാറ്റാനുള്ള ചില എളുപ്പവഴികളൊക്കെ ഒന്ന് നോക്കാം. മടി മാറ്റി വെച്ച് നമുക്ക് എങ്ങനെ തുടങ്ങാം? വലിയ തോതിലുള്ള ഒരു ലക്ഷറി ആയിട്ട് തുടങ്ങാൻ നോക്കിയാൽ വീണ്ടും മടി തന്നെ വരും. അതുകൊണ്ട് മൈക്രോ സ്റ്റെപ്സ് അല്ലെങ്കിൽ ചെറിയ ചുവടുകളോടെ തുടങ്ങാം. വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് വേണ്ട, ചെറുതായിട്ട് തുടങ്ങാം. നിങ്ങൾ ആദ്യമേ പോയി 50 ഗ്രോ ബാഗ് വാങ്ങി കൃഷി തുടങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അടുക്കളയിലുള്ള 4-5 മൺചട്ടികളോ വീടിൻ്റെ മൂലക്കൽ മാറ്റിയിട്ടുള്ള വേസ്റ്റ് കുപ്പികളോ ഒക്കെ എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മണ്ണ് നിറക്കുക. എന്നിട്ട് അതിലൊരു മുളകിൻ്റെ വിത്തോ അല്ലെങ്കിൽ ഒരു തക്കാളിയുടെ വിത്തോ അങ്ങനെ എന്തെങ്കിലും നടുക. ദിവസം ഒരു 10 മിനിറ്റ് മാത്രം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. കുറേ സമയമൊന്നും വേണ്ട. നമ്മൾ ഇന്ന് ഒരു വിത്തല്ലേ നട്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം നമുക്ക് അതിനെ നോക്കാനൊരു 10 മിനിറ്റ് മതി. ഇതിനായി രാവിലെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5 മിനിറ്റ് ചെടികൾ നനയ്ക്കാൻ, അല്ലെങ്കിൽ അത്രയും സമയം തന്നെ നമുക്ക് ധാരാളം. സോഷ്യൽ മീഡിയയിൽ കളയുന്ന സമയത്തിന് 100-1 മാത്രം. നമ്മൾ ഈ ഫോൺ നോക്കിയിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നലെ നട്ട ആ ഒരു ചെടി ഓർമ്മ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു 5 മിനിറ്റല്ലേ മാറ്റി വെക്കണ്ടുള്ളൂ. അപ്പോൾ അതിനൊന്ന് നനച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഒരു 2-3 ദിവസം നനച്ചു കൊടുത്തു, പക്ഷെ അത് മുള വന്നില്ല. അപ്പം നമ്മൾ ഈ പരാജയങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ആ ഒരു സംഭവം നമ്മൾ എടുത്തു കളയണം. നമ്മൾ ആദ്യം അത് ട്രൈ ചെയ്തു, പക്ഷെ നമുക്കത് കിട്ടിയില്ല. പക്ഷെ നമ്മൾ വീണ്ടും രണ്ടാമത്തെ തവണ ഒന്നും കൂടിയും ആ മണ്ണൊക്കെ ഒന്ന് മാറ്റി അതിൽ കുറച്ച് എന്താ പറയുക വായുസഞ്ചാരമുള്ള മണ്ണാക്കിയൊക്കെ എടുത്ത് അത് വീണ്ടും അതിൽ തന്നെ നിറച്ച് എന്നിട്ട് വീണ്ടും അതിലൊരു വിത്ത് നടും. ആദ്യത്തെ തവണ ചെടി കരിഞ്ഞു പോവും എന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അടുത്ത തവണ നമ്മൾ അതിൽ നിന്ന് പഠിച്ച് കൂടുതൽ നന്നായി ചെയ്യും. അടുക്കളയിലെ വിത്തുകൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കാശ് കൊടുത്തിട്ട് വിത്ത് വാങ്ങണ്ട. നമ്മുടെ അടുക്കളയിലെ തക്കാളിയിൽ നിന്ന് ഒരു വിത്തെടുക്കുക. അല്ലെങ്കിൽ ഉലുവ ഉണ്ടാവുമല്ലോ, ഉലുവ നമുക്ക് കൃഷി ചെയ്താലോ, ഉലുവ ചീര ഉണ്ടാക്കാമല്ലോ. നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന സുലഭമായ സാധനമാണ് ഉലുവ. അല്ലെങ്കിൽ ചെറുപയർ. ഇതൊക്കെ എടുത്ത് മുളപ്പിച്ച് നോക്കുക. അല്ലെങ്കിൽ മല്ലി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പാകി നോക്കുക. ഇതൊന്നും മുതൽ മുടക്കില്ലാതെ വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന പച്ചക്കറി കൃഷികളാണ്. ഇനി നമ്മുടെ ആരോഗ്യവും തലമുറയും എങ്ങനെയാണിതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നോക്കാം. വിഷമില്ലാത്ത ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ് നമുക്ക് ആളുകളെ വൈകാരികമായി ചിന്തിപ്പിക്കാം. നമ്മുടെ മക്കളോട് ഇതിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളിൽ എത്രത്തോളം വിഷാംശം ഉണ്ടെന്ന് നമുക്കറിയാലോ. പണം കൊടുത്തിട്ട് നമ്മൾ രോഗങ്ങളാണ് വാങ്ങുന്നത്. നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും നമ്മൾ കൊടുക്കുന്നത് ആ വിഷമാണ്. നമ്മുടെ മടി കാരണം നമ്മൾ നമ്മുടെ ആരോഗ്യത്തെയാണ് കളയുന്നത്. ഇപ്പോൾ നമ്മൾ എന്നും കറിയിൽ ഉപയോഗിക്കുന്ന സാധനമാണ് കറി ലീവ്സ്. അതിലെന്തോരം വിഷം അടിച്ചിട്ടാണ് കടകളിൽ വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? നമുക്ക് എന്തുകൊണ്ട് അത് വീട്ടിൽ ചെയ്ത് കൃഷി ചെയ്ത് നമ്മുടെ കറിയിലേക്കുള്ള വേപ്പിലെടുത്തുകൂടാം? ഒരു തൈ മതി. ആ തൈയിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ആവശ്യത്തിനുള്ള വേപ്പില കിട്ടും. നമ്മളത് അരിഞ്ഞുപ്പേരി വെക്കാനൊന്നും പോകുന്നില്ലല്ലോ.
എല്ലാ കറിയിലും ഒരു 3-4 ഇടണുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വേപ്പ് നമ്മുടെ വീട്ടിൽ നട്ടുകൂടാ? നമ്മുടെ പൂർവികർ മണ്ണിൽ പണിയെടുത്തവരാണ്. അവർക്ക് ഇന്നത്തെ പോലെ ഇത്രയും രോഗങ്ങളില്ലായിരുന്നു. മണ്ണ് തൊടുന്നത് ശരീരത്തിന് പ്രതിരോധശേഷി കൂട്ടും. നമ്മൾ മടിച്ചിരുന്നാൽ നമ്മുടെ അടുത്ത തലമുറക്കും മണ്ണ് എന്താണെന്നോ കൃഷി എന്താണെന്നോ അറിയാതെ പോകും. തക്കാളി ഉണ്ടാകുന്നത് മരത്തിലാണോ അതോ ചെടിയിലാണോ എന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരു തലമുറ ഇനിയുണ്ടാകും. അവർക്ക് നമ്മൾ മാതൃകയാകണം. നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങിയാലേ നമ്മുടെ കുട്ടികളും അത് കണ്ടു പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നാളെ ചെയ്യാം എന്ന ചിന്തയില്ലേ, ഇപ്പോഴേ അങ്ങോട്ട് മാറ്റിവെക്കാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയിട്ട് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഒരു ചെറിയ ചിരട്ടയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ കുറച്ച് മണ്ണ് നിറക്കുക. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വിത്ത്, അതായത് ഞാൻ പറഞ്ഞത് നേരെ അടുക്കളയ്ക്ക് പോകുകയെന്ന്. ആ അടുക്കളയ്ക്ക് പോയിട്ട് നമ്മുടെ ഷെൽഫ് തുറന്ന് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വിത്ത് നമ്മുടെ വീട്ടിലുണ്ടാവും. വൻപയർ ഇരിക്കുന്നില്ലേ, അതെടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഉലുവയില്ലേ, ഉലുവ എടുക്കുക. അല്ലെങ്കിൽ മല്ലിയില്ലേ, മല്ലി എടുക്കുക. തുടങ്ങാൻ വേണ്ടത് വലിയൊരു തോട്ടമല്ല, ചെയ്യണമെന്നുള്ള ചെറിയൊരു മനസ്സാണ്. ആ മടിയുടെ മുകളിൽ നിങ്ങൾ ഇന്ന് ഒരു വിജയം നേടുക. എന്നിട്ട് ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ഇന്ന് തന്നെ ഒരു വിത്ത് നട്ടു എന്ന്. നിങ്ങളുടെ ആ ഒരു കമൻറ്റ് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. മടി മാറ്റിവെക്കാം, മണ്ണിലേക്ക് ഇറങ്ങാം. ആരോഗ്യമുള്ള ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൃഷി ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.